എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 17/2025 ഓൺലൈൻ എക്സാമിനേഷൻ. കാറ്റഗറി കോഡ് 255/2024. ICDS സൂപ്പർവൈസർ ആണ്. അതിൻ്റെ എക്സാം നടന്നത് ഫെബ്രുവരി 21-നാണ്. 2025 ഫെബ്രുവരി 21-ന് നടന്ന ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദ സോഷ്യൽ റിഫോമർ ഓഫ് കേരള ഹു കണ്ടക്ടഡ് വില്ലുവണ്ടി സമരം എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ജാതി വ്യവസ്ഥയ്ക്കെതിരെ വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ, കേരളത്തിന്റെ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അയ്യങ്കാളി. അപ്പൊ അയ്യങ്കാളിയെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടെ നോക്കി പോവാം. ഇനിയുള്ള ചോദ്യപേപ്പർ ഡിസ്കഷനിൽ കൂടുതൽ പോയിന്റ്സ് ഉൾപ്പെടുത്താം. അപ്പൊ ഈ വില്ലുവണ്ടി സമരവുമായിട്ട് റിലേറ്റ് ചെയ്തതും അയ്യങ്കാളിയെ കുറിച്ച് ഓർത്തിരിക്കേണ്ടതായ കുറച്ചൊരു പോർഷനും കൂടെ പറഞ്ഞു പോവാം. അപ്പൊ അയ്യങ്കാളി ജനിച്ചത് 1863-ലാണ്. ജന്മസ്ഥലം വെങ്ങാനൂരാണ്, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂര്. ഇദ്ദേഹത്തെ ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആധുനിക ദളിതരുടെ പിതാവ്, ആളിക്കത്തിയ തീപ്പൊരി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇദ്ദേഹത്തെ പുലയ രാജ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതുപോലെ ഒരു വിശേഷണം കൂടെ ഓർത്തിരിക്കണം. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇനി കേരളത്തിലെ കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് പി. സനൽ മോഹൻ. ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡ് ചോദ്യം വരുന്നത് കൊണ്ട് ഇത് ഓർത്തിരിക്കണം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് പി. സനൽ മോഹൻ. തിരുവിതാംകൂറിൽ 1909 കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ 1909 കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്ന വിശേഷണമുള്ള വ്യക്തി അയ്യങ്കാളിയാണ്. അധകൃത വിഭാഗത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യ വിദ്യാലയം സ്ഥാപിച്ചതും അയ്യങ്കാളിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് പറയാം. 1898 ചാലിയം തെരുവ് ലഹള, 1912 നെടുമങ്ങാട് ചന്ത കലാപം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. 1898 ചാലിയത്തെരുവ് ലഹള, 1912 നെടുമങ്ങാട് ചന്ത കലാപം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അയ്യങ്കാളി. അദ്ദേഹം അംഗമായത് 1911 ഡിസംബർ 5-നാണ്. 1911 ഡിസംബർ 5-ന് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. തുടർച്ചയായി 28 വർഷം ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം അംഗമായിരുന്നു. പിന്നെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വില്ലുവണ്ടി സമരം നടത്തിയത് ആരെന്നായിരുന്നു ചോദ്യം. അത് അയ്യങ്കാളിയാണ്. ഈ വില്ലുവണ്ടി സമരം നടത്തിയത് 1893-ലാണ്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. അത് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? വെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ. വെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു ആ സമരം നടന്നത്. പിന്നെ ഒരു സമരം കൂടെ ഓർത്തിരിക്കണം. 1915 കല്ലുമാല പ്രക്ഷോഭം നടത്തിയതും അയ്യങ്കാളിയാണ്. ഇതിനെയാണ് പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നത്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം വെങ്ങാനൂരാണ്. ഈ 1905 പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളി. 1893 പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വെങ്ങാനൂര് മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു ഈ സമരം നടത്തിയത്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഹു എസ്റ്റാബ്ലിഷ് തത്വബോധിനി സഭ അറ്റ് കൊൽക്കത്ത ഇൻ 1839? 1839 കൊൽക്കത്തയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആരാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ദേവേന്ദ്രനാഥ ടാഗോർ ആണ് 1839 കൊൽക്കത്തയില് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. ഇദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിന്റെ പിതാവാണ്. ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കേശവചന്ദ്ര സെൻ, അദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? നമുക്കറിയാലോ, രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് സ്ഥാപിച്ചത് ആരാണ്? കേശവചന്ദ്ര സെൻ ആണ്. പിന്നെ ആരാണ്? ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയാം. രാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ശിഷ്യനും രാമകൃഷ്ണ മഠം രാമകൃഷ്ണ മിഷൻ സ്ഥാപകനുമാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം 1892 കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജനുവരി 12. അത് ദേശീയ യുവജന ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. പിന്നെ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ സർവമത സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്. 1893 ചിക്കാഗോ സർവമത സമ്മേളനം. അദ്ദേഹം 1894 ന്യൂയോർക്കിൽ വേദാന്ത സൊസൈറ്റി സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. അദ്ദേഹം മരണപ്പെട്ടത് ബേലൂർ മഠത്തിലാണ്. കൊൽക്കത്തയിലെ ബേലൂർ മഠത്തിൽ വെച്ച് 1902 ജൂലൈ 4 മരണപ്പെടുന്നത്. പിന്നെ അമാനുഷിക ഊർജ സ്രോതസ്സുകളെ കുറിച്ച് വർണ്ണിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ കൃതിയാണ് രാജയോഗം. അമാനുഷിക ഊർജ സ്രോതസ്സുകളെ കുറിച്ച് വർണ്ണിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ കൃതിയാണ് രാജയോഗം. പിന്നെ മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. മലബാറിൽ ഞാനൊരു മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്ത പോയിന്റ്, സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മദിനത്തിൽ ആരംഭിച്ച റെയിൽ സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. റെയിൽ സർവീസ് വിവേക് എക്സ്പ്രസ് സ്വാമി വിവേകാനന്ദന്റെ 150ാം ജന്മദിനത്തിൽ ആരംഭിച്ച റെയിൽ സർവീസ് ആണ്. പിന്നെ അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് പ്രബുദ്ധ ഭാരതം, ഉദ്ബോധൻ പത്രം. പ്രബുദ്ധ ഭാരതവും ഉദ്ബോധൻ പത്രവും സ്വാമി വിവേകാനന്ദന്റേതാണ്. പിന്നെ 1899 1900 പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത പ്രമുഖ ഇന്ത്യനാണ് സ്വാമി വിവേകാനന്ദൻ. പിന്നെ അദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത സമയത്ത് അതിൽ പങ്കെടുത്ത മലയാളിയും കൂടെ ഓർത്തിരിക്കണം, രാജാ രവിവർമ്മയാണ്. ചിക്കാഗോ സർവമത സമ്മേളനം 1893 അതിൽ പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. ഇത് നമ്മുടെ ചോദ്യം എന്തുവായിരുന്നു? 1839 കൊൽക്കത്തയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. കറക്റ്റ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 1839 ഒക്ടോബർ 6 1839 ഒക്ടോബർ 6 കൊൽക്കത്തയിൽ തത്വബോധിനി സഭ സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം, ദ പ്ലേസ് വെയർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ബ്രോക്ക് ഔട്ട് ഇൻ 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതേ സെന്റൻസ് പഠിക്കുന്നുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ്. നാലാമത്തെ ചോദ്യം, ഓത്ത് ഓഫ് ടെന്നീസ് കോർട്ട് വാസ് റിലേറ്റഡ് ടു വിച്ച് അമംഗ് ദ ഫോളോയിങ് റെവല്യൂഷൻസ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. അഞ്ചാമത്തെ ചോദ്യം, ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ, കറണ്ട് അഫയേഴ്സ് ആണ്, ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ആറാമത്തെ ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമി സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള? കേരള ഫോക്ലോർ അക്കാദമി ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് സ്ഥിതി ചെയ്യുന്നത്. In 2022 FIFA World Cup football final, which country's team was defeated? FIFA World Cup football final 2022 റണ്ണറപ്പ് ആയ രാജ്യം, വിജയി അല്ല ചോദിച്ചേക്കുന്നത്, റണ്ണറപ്പ് ആയ രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഫ്രാൻസ് ആണ്. ഫിഫ വേൾഡ് കപ്പ് 2022 റണ്ണറപ്പ് ആയ രാജ്യം ഫ്രാൻസ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ജേതാക്കള് അർജന്റീന ആയിരുന്നു. റണ്ണറപ്പ് ആയത് ഫ്രാൻസ് ആണ്. അപ്പൊ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. പിന്നെ ഗോൾഡൻ ബോൾ, ഇതിനകത്ത് ഗോൾഡൻ ബോൾ കിട്ടിയത് ലയണൽ മെസ്സിക്കാണ്. ഗോൾഡൻ ബൂട്ട് കിട്ടിയത് കീലിയൻ എംബാപ്പെ, അദ്ദേഹം 8 ഗോൾസ് ആണ് നേടിയത്. പിന്നെ ഗോൾഡൻ ഗ്ലൗ കിട്ടിയത് എമിലിയാനോ
മാറിനസ് ആണ്. എമിലിയാനോ മാറിനസ് ആണ് ഗോൾഡൻ ഗ്ലൗ. ഇനി മികച്ച യുവതാരം എൻസോ ഫെർണാണ്ടസ് ആണ്. ഏറ്റവും അധികം ഗോൾ പിറന്ന ലോകകപ്പാണ് ഇത്. 17 ഗോളുകളാണ് പിറന്നത്. ഈ 2 തവണ ഗോൾഡൻ ബോൾ നേടുന്ന ആദ്യ താരമാണ് ലയണൽ മെസ്സി. 2 തവണ ഗോൾഡൻ ബോൾ നേടുന്ന ആദ്യ താരമാണ് ലയണൽ മെസ്സി. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ച താരവും ലയണൽ മെസ്സിയാണ്. 26 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ലോകകപ്പിലാണ് പുരുഷന്മാരുടെ ഫുട്ബോൾ കളി നിയന്ത്രിക്കാൻ വനിതകൾക്ക് അവസരം നൽകിയതെന്ന് ചോദിച്ചാലും 2022 ഖത്തർ വേൾഡ് കപ്പ് ഓർത്തിരിക്കണം. ഏത് ലോകകപ്പിലാണ് പുരുഷന്മാരുടെ ഫുട്ബോൾ കളി നിയന്ത്രിക്കാൻ വനിതകൾക്ക് അവസരം നൽകിയതെന്ന് ചോദിച്ചാൽ ഖത്തർ വേൾഡ് കപ്പാണ് 2022. ഈ 2022 ഖത്തർ വേൾഡ് കപ്പിൽ മത്സരം നിയന്ത്രിക്കുന്ന വനിതാ റഫറിമാർ ആരൊക്കെയായിരുന്നു? യോഷിമി, സാലിമ, സ്റ്റഫീന. അപ്പൊ വനിതാ റഫറിമാർ യോഷിമി, സാലിമ, സ്റ്റഫീന. അപ്പൊ ഫിഫ നിലവിൽ വന്നത് 1904 മെയ് 21. ആസ്ഥാനം സൂറിച്ചിലാണ്, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ. അപ്പൊ ഫിഫയിലെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം, ഗിയാനി ഇൻഫാന്റിനോ. ഫിഫ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ ആണ്. ഇത്രയാണ് ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ചോദ്യം എന്തായിരുന്നു? റണ്ണറപ്പ് ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ വിച്ച് കൺട്രീസ് ടീം വാസ് ഡിഫീറ്റഡ്? ഏത് രാജ്യമാണ് പരാജയപ്പെട്ടത് ഫൈനലിൽ? ഫ്രാൻസ് ആണ് പരാജയപ്പെട്ടത്, ജയിച്ചത് അർജന്റീന. ദ പോയട്രി കളക്ഷൻ അമ്പലമണി ഈസ് ദ വർക്ക് ഓഫ്. അമ്പലമണി എന്ന് പറഞ്ഞ കവിതാ സമാഹാരം എഴുതിയത് ആരാണ്? സുഗതകുമാരിയാണ്. അമ്പലമണി എന്ന് പറയുന്ന കവിതാ സമാഹാരം എഴുതിയത് സുഗതകുമാരിയാണ്. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. ഇൻ വിച്ച് ഇയർ കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് തോന്നയ്ക്കൽ? കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ്. ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1958. കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ തോന്നയ്ക്കൽ 1958 സ്ഥാപിച്ചത്. 10ാമത്തെ ചോദ്യം. ഇൻ 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ഹു വാസ് ഡിഫീറ്റഡ് ബൈ? ഡി ഗുഗേഷ്. ഇന്ത്യയുടെ ഡി ഗുഗേഷിനാണ് 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിജയി. അദ്ദേഹം പരാജയപ്പെടുത്തിയത് ആരെയാണ്? അദ്ദേഹം പരാജയപ്പെടുത്തിയത് ഓപ്ഷൻ സി ആണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് ചൈനയുടെ ഡിങ് ലിറനെയാണ്. ചൈനയുടെ ഡിങ് ലിറനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. അപ്പൊ 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ് ചാമ്പ്യൻ ആയിരുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഗുഗേഷ് എക്കാലത്തെയും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനായി. അപ്പൊ ചൈനയുടെ ഡിങ് ലിറനെയാണ് പരാജയപ്പെടുത്തിയത്. ചൈനയുടെ ഡിങ് ലിറനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദ ഇന്ത്യൻ ഓഷൻ. ഇന്ത്യൻ ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് ഏതാണ്? ഇന്ത്യൻ ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് സണ്ട ട്രെഞ്ച് ആണ്. ഇന്ത്യൻ ഓഷനിലെ ഡീപ്പസ്റ്റ് പോയിന്റ് സണ്ട ട്രെഞ്ച്. 19ാമത്തെ ചോദ്യം. ദ ഹോട്ട് വിൻഡ് ദാറ്റ് ബ്ലോസ് ഓവർ ദ ഗാംഗറ്റിക് പ്ലെയിൻ ഡ്യൂറിങ് സമ്മർ. സമ്മർ സീസണിൽ ഗംഗാ പ്ലെയിനിലൂടെ വീശുന്ന വരണ്ട കാറ്റാണ്, ഹോട്ട് വിൻഡ് ആണ് ലൂ. ലൂ ആണ് the hot wind that blows over the Gangetic Plain during summer. 13ാമത്തെ ചോദ്യം. Which among the following states have the largest area under forest cover in India? ഏറ്റവും കൂടുതൽ വനസമ്പത്തുള്ള ലാർജസ്റ്റ് ഏരിയ ഫോറസ്റ്റ് കവർ ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. സ്റ്റേറ്റ്സ് ഹാവ് ദ ലാർജസ്റ്റ് ഏരിയ അണ്ടർ ഫോറസ്റ്റ് കവർ ഇൻ ഇന്ത്യ. മധ്യപ്രദേശ്. 14ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഇൻ കേരള പള്ളിവാസൽ ഈസ് ലൊക്കേറ്റഡ് ഓൺ വിച്ച് എമംഗ് ദ ഫോളോയിങ് റിവേഴ്സ്? ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസലിൽ. അതേത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുതിരമ്പുഴ. 15ാമത്തെ ചോദ്യം. ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും മലിനപ്പെട്ട നദി ഏതാണ്? അത് കല്ലായിപ്പുഴയാണ്. ഓപ്ഷൻ ബി കല്ലായിപ്പുഴ. ദ മോസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ഇൻ കേരള കല്ലായിപ്പുഴ. 16ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് നീതി ആയോഗ് ഇൻ ഇന്ത്യ? നീതി ആയോഗിന്റെ റോള് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. ആൻസർ മാത്രം നോക്കിപ്പോ ഓപ്ഷൻ സി ആണ്. നീതി ആയോഗ് ഫെസിലിറ്റേറ്റ്സ് ദ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് സ്പെസിഫിക് പോളിസീസ് ബൈ ഫോസ്റ്ററിംഗ് കൊളാബറേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. നീതി ആയോഗ് ഫെസിലിറ്റേറ്റ്സ് ദ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ് സ്പെസിഫിക് പോളിസീസ് by fostering collaboration between the central and state government. 17ാമത്തെ ചോദ്യം.
Which of the following is not a key feature of new economic policy of 1991 in India? 1991 ന്യൂ എക്കണോമിക് പോളിസി, പുത്തൻ സാമ്പത്തിക നയം അറിയാലോ. അപ്പൊ അതിനകത്ത് ഏതാണ് കീ ഫീച്ചർ അല്ലാത്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് നാഷണലൈസേഷൻ ഓഫ് കീ ഇൻഡസ്ട്രീസ് അതിന്റെ കീ ഫീച്ചർ അല്ല. അപ്പൊ 1991 ന്യൂ എക്കണോമിക് പോളിസിയുടെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, devaluation of the Indian rupee, privatization of state-owned enterprises. ഒന്നും കൂടെ പറയാം. Liberalization of trade and investment, devaluation of the Indian rupee, privatization of state-owned enterprise. 18ാമത്തെ ചോദ്യം. Which of the following is a specialized financial institution established in India to promote rural development and provide credit for agriculture and rural industries? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന്, റൂറൽ ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അത് ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ റൂറൽ എന്ന് പറയുമ്പോഴേ ഓർത്തോണം, റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്, നബാർഡ് ആണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. എ സ്പെഷ്യലൈസ്ഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ടു പ്രൊമോട്ട് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവൈഡ് ക്രെഡിറ്റ് ഫോർ agriculture and rural industries. Answer, National Bank for Agriculture and Rural Development, NABARD. 19ാമത്തെ ചോദ്യം. Which of the following statement about green revolution in India is not correct? ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ബി ശരിയല്ല. അത് ഞാൻ ജസ്റ്റ് വായിക്കാം, പിന്നെ ശരിയായിട്ടുള്ള ഡിസ്കസ് ചെയ്യാം. The green revolution primarily focused on promoting organic farming methods and reducing chemical inputs in agriculture. അത് ശരിയല്ല. അപ്പൊ ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ, the green revolution led to the adoption of high yielding variety seeds, chemical fertilizers and pesticides in Indian agriculture. എന്താണ് ഹൈ yielding variety ക്രോപ്സും അല്ലെങ്കിൽ സീഡ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം ഇന്ത്യൻ അഗ്രികൾച്ചറിൽ അഡോപ്റ്റ് ചെയ്തു. പിന്നെ സി എന്താ പറയുന്നത്, ഗ്രീൻ റെവല്യൂഷൻ റിസൾട്ട് ഇൻ എ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ വീറ്റ് ആൻഡ് റൈസ് പ്രൊഡക്ഷൻ. അപ്പം ഗ്രാജുവൽ ആയിട്ടൊരു ഇൻക്രീസ് ഉണ്ടായി വീറ്റിന്റെയും റൈസിന്റെയും പ്രൊഡക്ഷനിൽ. The green revolution contributed to an increase in agriculture productivity but also led to regional disparities in terms of access to technology and benefits. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ കൂട്ടി, കാർഷിക ഉൽപാദനമൊക്കെ കൂട്ടി, പക്ഷേ റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്, ഓരോ മേഖലയിൽ ഡിസ്പാരിറ്റീസ് ഉണ്ട്. എന്തിന്റെ ടേംസിലാണ്? അസസ് ടു ടെക്നോളജി ആൻഡ് ബെനിഫിറ്റ്സ്. ടെക്നോളജിയും അതിന്റെ പ്രയോജനം കിട്ടുന്നതിലും എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ഗുണവത്തായില്ല. അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിലും റീജിയണൽ ഡിസ്പാരിറ്റീസ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് അസസ് ടു ടെക്നോളജി ആൻഡ് ബെനിഫിറ്റ്സ്. ഇതാണ് ഹരിത വിപ്ലവത്തെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചത്. 20ാമത്തെ ചോദ്യം. Which of the following crop is known as the golden fiber of India? Golden fiber of India എന്നറിയപ്പെടുന്നത് ജൂട്ട് ആണ്. ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ജൂട്ട് ആണ്. 21ാമത്തെ ചോദ്യം. In which landmark case did the Supreme Court of India, while delivering its verdict, state that there is no antithesis between the fundamental rights and directive principles of state policy? One supplements the other. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെന്റൽ റൈറ്റ്സും സപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സുപ്രീം കോടതി വേർഡിക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 22ാമത്തെ ചോദ്യം. ധാർഖണ്ഡെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി ആൻഡ് ഇന്ദ്രജിത് ഗുപ്തെ കമ്മിറ്റി all investigated the same issue in India. What is the common subject of enquiry examined by all these committees? അപ്പം ധാർഖണ്ഡെ കമ്മിറ്റിയും ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയും ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റിയും സെയിം ഇഷ്യൂ ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. അപ്പൊ അത് ഏത് ഇഷ്യൂ ആണ്? ഇലക്ട്രൽ റീഫോംസ്. ഇലക്ട്രൽ റീഫോംസ് ആണ് ധാർഖണ്ഡെ കമ്മിറ്റിയും ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയും ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഇഷ്യൂസ്. 23ാമത്തെ ചോദ്യം നോക്കാം. With reference to the writ mandamus, consider the following statement. മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനകത്ത് ഈ മാൻഡമസ് റിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിരിക്കണം. വിത്ത് റെഫറൻസ് ടു ദ റിട്ട് മാൻഡമസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. മാൻഡമസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2, 4. അപ്പൊ ഒന്നാമത് നോക്കാം. മാൻഡമസ് ലിറ്ററലി മീൻസ് കമാൻഡ് ഓർ ആൻ ഓർഡർ. കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ എന്നാണ് മാൻഡമസ് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി ആയിരുന്നു നമ്മുടെ ഉത്തരം. 1, 2, 4. 3 അതിനകത്ത് പെടത്തില്ല. അപ്പൊ 2 ഏതാണ്? മാൻഡമസ് വിൽ നോട്ട് ഇഷ്യൂ അഗെയിൻസ്റ്റ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ. ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ മാൻഡമസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതും കറക്റ്റ് ആണ്. പിന്നെ നാലാമത്തതാണ് കറക്റ്റ്. മാൻഡമസ് ഈസ് യൂസ്ഡ് ടു ഓർഡർ ദ അതോറിറ്റി വിച്ച് റിഫ്യൂസസ് ടു പെർഫോം എ പബ്ലിക് ഡ്യൂട്ടി. അത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഡ്യൂട്ടി മസ്റ്റ് ആയിട്ടും ചെയ്യണം എന്ന് പറയുന്നതാണ് മാൻഡമസ് റിട്ട്. ഇത് വിൽ നോട്ട് ഇഷ്യൂ അഗെയിൻസ്റ്റ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് മാൻഡമസ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ 24ാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ ഡ്യൂട്ടീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസിന് ആയിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് തന്നേക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കി പോവാം. ടു പ്രിപ്പയർ ഇലക്ട്രൽ റോള് പ്രിപ്പയർ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ടു നോട്ടിഫൈ ദ ഡേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് ഇലക്ഷൻസ്. ഇലക്ഷന്റെ ഡേറ്റും ഷെഡ്യൂൾസും ഒക്കെ നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. ടു ഗ്രാൻഡ് റെക്കഗ്നേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. പൊളിറ്റിക്കൽ പാർട്ടീസിന് ഗ്രാൻഡ് റെക്കഗ്നേഷൻ നൽകുന്നുണ്ട്. അതാണ് നാഷണൽ പാർട്ടി എന്നൊക്കെയുള്ള റെക്കഗ്നേഷൻ നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. ടു അഡ്വൈസ് ദ പ്രസിഡന്റ് ഓൺ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റ്. പാർലമെന്റിലെ അംഗങ്ങളുടെ യോഗ്യത കുറവിനെ കുറിച്ച് അത്തരം വിഷയങ്ങളിൽ പ്രസിഡന്റിന് ഉപദേശം നൽകുന്നതും ആരാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ്. നമ്മുടെ 25ാമത്തെ ചോദ്യം നോക്കാം. വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗുറേറ്റഡ് ഇൻ 2024. 2024 ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗുറേറ്റ് ചെയ്തത് പൂനെയിലാണ്. 2024 ഇന്ത്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനാഗുറേറ്റ് ചെയ്തത് പൂനെയിലാണ്. 26ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു ദ റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്ട് ഇൻ കേരള. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ദ റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്ട് വാസ് ലോഞ്ച്ഡ് ഇൻ കേരള ഇൻ 2008. 2008 ലോഞ്ച് ചെയ്തത്. റെസ്പോൺസിബിൾ ടൂറിസം അസ്പയർസ് ടു ഫോസ്റ്റർ ബെറ്റർ എക്കണോമിക് ബെനിഫിറ്റ്സ് ആൻഡ് ദ വെൽബീയിങ് ഓഫ് ലോക്കൽ പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ്. എക്കണോമിക് ബെനിഫിറ്റ്സ് കൊണ്ടുവരുന്നതിനും ലോക്കൽ പീപ്പിളിന് അവരുടെ വെൽബീയിങ്ങിനും ഡെവലപ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയാണ്. This project focuses on 3 aspects: social, environmental and economic. സോഷ്യലും എൻവയോൺമെന്റലും എക്കണോമിക് ആസ്പെക്ട് ആണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. In 2013, the Responsible Tourism Project in കുമരകം റിസീവ്ഡ് ദ യുലൈസസ് അവാർഡ്. യുലൈസസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 2013 കുമരകത്ത് നടന്ന റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്റ്റിന്. ഇനി നമ്മുടെ 27ാമത്തെ ചോദ്യം. ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആരെന്നാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ദ ന്യൂ ചെയർപേഴ്സൺ ഓഫ് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓപ്ഷൻ എ ആണ്, ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 28ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റിഗാർഡ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ശരിയായ പ്രസ്താവനകൾ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഒന്നാമത്തത് നോക്കാം. കേരള മോഡൽ ആസ് എ സെറ്റ് ഓഫ് ഹൈ മെറ്റീരിയൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് coinciding with low per capita income. Amartya Sen and Jean Dries have long championed Kerala's development experience in their numerous work. John Radcliffe showed that the causative factor of underlying Kerala's social achievements was social justice. The main criticism is that Kerala model has not created enough jobs, leading many people to work abroad. അപ്പോൾ കേരള മോഡലിനെ കുറിച്ച്, കേരള മോഡൽ ആസ് എ സെറ്റ് ഓഫ് ഹൈ മെറ്റീരിയൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡിക്കേറ്റേഴ്സ് കോയിൻസൈഡിങ് വിത്ത് ലോ പെർ ക്യാപിറ്റ ഇൻകം. ലോ പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ട് ഹൈ മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് കേരള മോഡൽ പോകുന്നത്. അമർത്യ സെന്നും ജീൻ റീസും ആണ് ഈ കേരള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് അവരുടെ ബുക്കുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജോൺ റാഡ്ക്ലിഫ് ആണ് കോസേറ്റീവ് ഫാക്ടർ അണ്ടർലൈങ് കേരള സോഷ്യൽ അച്ചീവ്മെന്റ്സ് സോഷ്യൽ ജസ്റ്റിസ്. കേരളത്തിന്റെ സോഷ്യൽ അച്ചീവ്മെന്റ്സിന്റെ കാരണം സോഷ്യൽ ജസ്റ്റിസ് ആണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിനൊരു മെയിൻ ക്രിറ്റിസിസം ഉണ്ട് കേരള മോഡലിന്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതിനുവേണ്ടി ജോലിക്ക് വേണ്ടി കുറെ ആൾക്കാർ പുറത്തു പോകേണ്ട അവസ്ഥയുണ്ട്. അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ് കേരള മോഡലിന്റെ. 29ാമത്തെ ചോദ്യം.
The only regional rural bank from India included in the 2024 Forbes list. Forbes ലിസ്റ്റിൽ 2024 ഉൾപ്പെട്ട കേരളത്തിലുള്ള ഒരേ ഒരു റീജിയണൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരേ ഒരു റീജിയണൽ ബാങ്ക് ആണ്. അത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. The following option is not a type of system software. സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? MS Excel സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല. വിൻഡോസും ലിങ്കറും ലോഡറും സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആണ്. 31ാമത്തെ ചോദ്യം, ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ് കൺജക്ഷൻ ആൻഡ് ഡേറ്റ കൊളീഷൻ. കൺജക്ഷനും ഡേറ്റ കൊളീഷനും സഹായിക്കുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദ്യം. സ്വിച്ച് ആണ് അതിന്റെ ഡിവൈസ്. IT Act 2000 നോട്ടിഫൈഡ് ചെയ്ത ഡേറ്റ് ആണ്. 32ാമത്തെ ചോദ്യം, ഒക്ടോബർ 17 2000 ആണ് IT Act 2000. 33ാമത്തെ ചോദ്യം, The National Award for E-Governance 2024 were conferred during the 27th National Conference E-Governance held in which city? 2024 27ാമത്തെ നാഷണൽ കോൺഫറൻസ് ആണ് നാഷണൽ അവാർഡ്സ് ഫോർ E-Governanceന്റെ. അത് എവിടെയാണ് നടന്നത്? മുംബൈയിലാണ് നടന്നത്. Which of the following is an exemption under the Right to Information Act 2005? Right to Information Act 2005 ഉൾപ്പെടാത്തത് information pertaining to deliberations at cabinet meetings. Information pertaining to deliberation at cabinet meetings ഇത് Right to Information Act 2005 പെടുന്നതല്ല. അപ്പൊ അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാ? Information that could enhance the financial accessibility of government department, information that would impede the process of investigation, judicial records of the appointments of the judges. അപ്പം എക്സംഷൻ ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005ന്റെ എക്സെപ്ഷൻ ആണ് ഇൻഫർമേഷൻ പെർട്ടൈനിങ് ടു ഡെലിബറേഷൻസ് അറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ്സ്. അതിനകത്ത് ഉൾപ്പെടുന്നത് ഇൻഫർമേഷൻ ദാറ്റ് വുഡ് എൻഹാൻസ് ദ ഫൈനാൻഷ്യൽ അക്സസിബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, information that would impede the process of investigation, in judicial records of the appointments of judges. 35ാമത്തെ ചോദ്യം, which of the following statement accurately reflect a right of consumers under the Consumer Protection Act 2019? Consumer Protection Act 2019 ഉൾപ്പെട്ടിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ റൈറ്റിനെ കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. Consumers have the right to be informed about the quality, quantity and price of goods or services before making a purchase. നമ്മൾ ഒരു പാക്കറ്റ് എടുത്താൽ അതിനകത്ത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അതിന്റെ ക്വാളിറ്റി എങ്ങനെയാ, അതിന്റെ പ്രൈസ് എങ്ങനെയാണെന്നെല്ലാം അറിയാനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ട്. അതാണ് റൈറ്റ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? കൺസ്യൂമർ ഹാവ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് price of goods or services before making a purchase. 36ാമത്തെ ചോദ്യം, which of the following statement accurately describes the function of National Human Rights Commission under the Protection of Human Rights Act 1993? Human Rights Act 1993 ആയിട്ട് ബന്ധപ്പെട്ട് ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ആക്യുറേറ്റ് ആയിട്ട് പറയുന്നതിന്റെ ഫംഗ്ഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ഫംഗ്ഷനെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. The NHRC can recommend measures to prevent human rights violations and promote awareness of human rights issues. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെന്റ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവയർനെസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂ, ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസിന് അവയർനെസ് അല്ല, ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവയർനെസ്സും കൊടുക്കുന്നുണ്ട്. 37ാമത്തെ ചോദ്യം, which of the following statement accurately reflect a provision of the protection of children from sexual offences, പോസ്കോ ആക്ട് 2012? 2012 പോസ്കോ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്. The POSCO Act mandates that all cases must be investigated and tried within a specified time frame to ensure swift justice for child victims. കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നീതി കിട്ടുന്നതിന് വേണ്ടി എല്ലാ കേസുകളും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളെല്ലാം മസ്റ്റ് ആയിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആൻഡ് ട്രൈഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം, ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. അതാണ് പോസ്കോ ആക്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. 38ാമത്തെ ചോദ്യം നോക്കാം.
Which of the following statement is true regarding the recent developments in Indian economy as highlighted in current affairs? Current affairs ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ്. The Indian government has selected 24 companies under PLI scheme for white goods committing an investment of rupees 3,516 crore. The Indian government has selected 24 companies under the PLI scheme for white goods committing an investment of rupees 3,516 crore. 39ാമത്തെ ചോദ്യം. Family engagement is considered essential in early childhood education. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Family engagement is considered essential in early childhood education because എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. It enables educators to integrate family culture and values into the classroom and fosters personalized learning. Family engagement is considered essential in early childhood education. നമ്മുടെ കുട്ടികളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി എൻഗേജ്മെന്റ് അതൊക്കെ മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? It enables educators to integrate family culture and values into the classroom and fosters personalized learning. അപ്പോൾ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഒക്കെ കൊടുത്തിട്ട് അവരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകാനും ആ ക്ലാസ് റൂമിൽ അവർക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് പെരുമാറാനും ഒക്കെ കഴിയും. അതുകൊണ്ടാണ് ഫാമിലി എൻഗേജ്മെന്റ് എസെൻഷ്യൽ ആണെന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. 40ാമത്തെ ചോദ്യം നോക്കാം. According to regional adaptations, which of the following is the primary focus of the curriculum in pre-primary educational institutions? Option B ആണ്. A syllabus designed to align with the local environment and community needs. അപ്പോൾ റീജിയണൽ അഡാപ്റ്റേഷൻസ്, ഓരോ മേഖലയിലുള്ള അഡാപ്റ്റേഷൻ അനുസരിച്ച് പ്രൈമറി ഫോക്കസ് കൊടുക്കുന്ന എന്തിനാണ്? പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് എന്തിനാണ് പ്രൈമറി ഇമ്പോർട്ടൻസ് ഓരോ റീജിയണൽ ഏരിയയിലും കൊടുക്കുന്നത്? അതേ സിലബസ് ഡിസൈൻ ടു അലൈൻ വിത്ത് ദ ലോക്കൽ എൻവയോൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി നീഡ്സ്. ആ പ്രദേശത്തെ ലോക്കൽ എൻവയോൺമെന്റിന്റെയും കമ്മ്യൂണിറ്റി നീഡ്സിനും അനുസരിച്ചുള്ള രീതിയിലാണ് അതിന്റെ കരിക്കുലം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 40 വരെയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി സൈക്കോളജി റിലേറ്റഡ് ചോദ്യം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.